ബിഗിനേഴ്സിന് ജസ്റ്റ് 3 minutes കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. മേക്കപ്പിന് മുന്നേ ഫസ്റ്റ് എന്തായാലും സ്കിൻ പ്രിപ്പ് ചെയ്യണം. അതായത് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും എന്തായാലും അപ്ലൈ ചെയ്ത് വെക്കണം. അതിനുശേഷം ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എൻ്റെ ഈ ഡാർക്ക് സർക്കിൾസും ഈ പിഗ്മെന്റേഷൻസും ഒക്കെ കൺസീൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇൻസൈറ്റിന്റെ ഈ ഒരു കൺസീലർ യൂസ് ചെയ്ത്, ഇതൊരു എൻ്റെ സ്കിന്നിനെ കട്ടിയും ഒരു ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഒരു കൺസീലറാണ്. ഇതുകൊണ്ട് ഞാൻ ഈ ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷൻസും കൺസീൽ ചെയ്തെടുക്കും. സോ ഇതുപോലെ ഈ ഡാർക്ക് സർക്കിൾസും ഡാർക്ക് സ്പോട്ട്സും ഉള്ളിടത്തെല്ലാം ഈ കൺസീലർ അപ്ലൈ ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതുപോലെ നിങ്ങൾക്കും ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്ത് നിങ്ങളുടെ ഷെയ്ഡിനെ കാട്ടിയും ഒരു ഡാർക്കർ കൺസീലർ കൊണ്ട് ഇങ്ങനെ ലൈറ്റായിട്ട് കൺസീൽ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു പൗഡർ, ഒരു കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ലൈറ്റ് ആയിട്ട് ഇവിടെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഈ മാഴ്സിൻ്റെ ഈ ഒരു ബനാന പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ സെയിം ബ്രഷിൽ തന്നെ ഇത് കുറച്ചെടുത്ത് വളരെ കുറച്ച് എമൗണ്ട് മതി ഇങ്ങനെ കൈയിൻ്റെ ബാക്കിൽ ഡസ്റ്റ് ചെയ്തിട്ട് കുറച്ചുള്ളത് ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക കൺസീൽ ചെയ്ത പോർഷൻസിൽ. ഓക്കെ, ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷന് വേണ്ടി മാഴ്സിൻ്റെ ഒരു സീറോ ബ്ലെൻഡ് ഫൗണ്ടേഷൻ ആണ് എടുത്തത്. സോ ഫൗണ്ടേഷൻ ഇങ്ങനെ കൈയുടെ ബാക്കിൽ പമ്പ് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഈ കൺസീൽ ചെയ്തതിൻ്റെ അറ്റത്തായിട്ട് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അത് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്ന ബ്രഷ് കൊണ്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രഷിലുള്ള ഫൗണ്ടേഷൻ തന്നെയാണ് ഇത് ഇങ്ങനെ നെറ്റിയിലും കൂടെ അപ്ലൈ ചെയ്യുന്നത്. എക്സ്ട്രാ ഇനി അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ. കുറച്ച് ഫൗണ്ടേഷൻ ഇതുപോലെ എടുത്താൽ മതി. ഇതേ ബാക്കി ഇത്രയും എൻ്റെ കയ്യിലുണ്ട്, അത് നമുക്ക് വേണ്ട, കുറച്ച് ഫൗണ്ടേഷൻ മതി. സോ ആക്ച്വലി നമ്മുടെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. നോക്കുക, നമ്മുടെ ആ ഒരു ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. 3 minutes ഒന്നും എടുത്തില്ല, 3 minutes ഒന്നും എടുക്കൂല ഇങ്ങനെ ഒരു കൺസീലിങ് ചെയ്യാൻ. ഇനി നമുക്ക് വേണ്ട കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഫേസിൽ. അതായത് ബ്ലഷ് ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കണ്ണ് എഴുതാം, ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലുക്ക് പെർഫെക്റ്റ് ആവും. ഞാൻ ദേ ഇൻസൈറ്റിൻ്റെ ഒരു പർപ്പിൾ ബ്ലഷ് എടുത്തിട്ടുണ്ട്. ആ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല കളർ വരും. സെയിം ബ്ലഷ് തന്നെ ഞാൻ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനേ. അപ്പോൾ നമ്മുടെ ഫേസിനൊരു കളറൊക്കെ വന്നില്ലേ. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തു. ഇനി കുറച്ച് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. എനിക്ക് കണ്ണ് ഭയങ്കരമായിട്ട് വരച്ച് വെക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ മസ്കാര അപ്ലൈ ചെയ്യുന്നതാണ്. ശരിക്കും കണ്ണ് വരയ്ക്കുന്നതിലും ഭംഗി ഇങ്ങനെ നല്ലൊരു മസ്കാര അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഞാൻ യൂസ് ചെയ്തത് ലോറിയലിൻ്റെ മസ്കാരയാണ്, ലാഷ് പാരഡൈസ് മസ്കാര. ഇനി ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതേ ഒരു ഡാർക്ക് ബ്രൗൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ലിപ് ലൈനർ കൊണ്ട് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. ഇത് ലിപ്സ്റ്റിക്ക് വന്നിട്ട് മേബിലിൻ്റെ വൈനലിംഗ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ലിപ്പി. ഓക്കെ, സോ മേക്കപ്പ് ലുക്ക് ഇസ് ഡൺ. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഈവൻ ടോൺ ബേസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇത് ശരിക്കും 3 minutes അല്ലെങ്കിൽ 3 minutesനകത്ത് മാത്രമേ എടുക്കൂ. പിന്നെ ഞാനിതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതുകൊണ്ടാണ് അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എൻ്റെ ഈ പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിൾസും ഒക്കെ നന്നായിട്ട് കൺസീലായി കറക്റ്റായിട്ട്. അപ്പോൾ കറക്റ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ കറക്റ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്താൽ ഇങ്ങനെ സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ മേക്കപ്പ് ലുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്ക് ആയോ ഇല്ലയോ എന്ന് പറയണം. ആൻഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.